ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിക്കാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങി. BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അത് നഗരത്തെ വർണ്ണാഭമാക്കി. അദ്ദേഹം കൊടികളും ബാനറുകളും അതുപോലെ തന്നെ അവിടെ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിലെ കൊടികൾ പാറിപ്പറന്നു. പ്ലക്കാർഡുകൾ പല സ്ഥലത്തും വെച്ചു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ പ്ലക്കാർഡുകളെല്ലാം നമ്മൾ കണ്ടു. അത് പാളയം മുതൽ പുളിമൂട് വരെ റോഡിന് ഇരുവശവും ഇത് നിരത്തി. പക്ഷേ കോർപ്പറേഷൻ ഹൈക്കോടതിയുടെ ഓർഡർ ഉള്ളതുകൊണ്ട് അത് കരമന ജയനെതിരെ നടപടിയെടുത്തു. കോർപ്പറേഷൻ മേയർ ഇപ്പം നമുക്കറിയാം BJPയുടെ ഭാരവാഹിയാണ് മേയറായിട്ട് വന്നിരിക്കുന്നത്. VV രാജേഷാണ് മേയർ. അദ്ദേഹം ഒരാഴ്ചയായുള്ളൂ ചാർജ് എടുത്തിട്ട്. അവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ട് പരാതി കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും കരമന ജയനെ പ്രതിയാക്കി ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ 20 ലക്ഷം രൂപ ഫൈൻ അടിച്ചു. ഉടൻ തന്നെ ആ പ്ലക്കാർഡും കൊടികളും ബാനറുകളും അവിടുന്ന് നീക്കം ചെയ്യണം എന്ന് ഉത്തരവും കൊടുത്തു. നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം കേരള ഹൈക്കോടതിയുടെ 2-3-4 ഓർഡറുകളുണ്ട്. നമുക്ക് അത് കൃത്യമായിട്ട് കോർപ്പറേഷൻകാരും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തും അല്ലെങ്കിൽ അതുപോലെയുള്ള പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ല. ശക്തമായ നടപടികൾ എടുക്കണമെന്നുള്ള ഹൈക്കോടതിയിൽ നിന്ന് പല നിർദ്ദേശങ്ങളും വരുന്നത് നമ്മൾ കണ്ടു. പലർക്കും ഫൈൻ അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ പ്രൈം മിനിസ്റ്റർ വന്നാലും ശരി, കോടതിയിലെ നടപടി ആ ഉത്തരവനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയിരിക്കണം. കാരണം റോഡിൻ്റെ ഇരുവശവും പ്ലക്കാർഡുകളും മറ്റും കൊടുത്ത് യാത്രയ്ക്ക് അസൗകര്യമായി. അതുകൊണ്ട് അതിനാണ് ഫൈൻ അടിച്ചത്. ഏതായാലും ജില്ലാ പ്രസിഡന്റ് 20 ലക്ഷം രൂപ ഫൈൻ കെട്ടിവെക്കണം എന്നാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമുക്കറിയാം മേയർ ഇവിടെ വന്ന് അധികാരമേറ്റിട്ട് ഒരാഴ്ചയായി കാണും. പ്രൈം മിനിസ്റ്റർ ഇവിടെ വരും എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരത്ത് BJP തിരഞ്ഞെടുത്ത് ട്രിവാൻഡ്രം മേയറായിട്ട് BJP വന്നാൽ 40-45 ദിവസത്തിനകം ഇവിടെ പ്രൈം മിനിസ്റ്റർ വന്ന് അദ്ദേഹത്തിനെ സ്വീകരിക്കും എന്ന് നേരത്തെ വാർത്തയുണ്ടായിരുന്നു. അതനുസരിച്ച് മോഡി വാക്ക് പാലിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്ത് 45 ദിവസത്തിനകം വന്നു. പ്രോട്ടോക്കോൾ അനുസരിച്ച് മേയർ എയർപോർട്ടിൽ പോയി അദ്ദേഹത്തിനെ സ്വീകരിക്കണം എന്നുള്ള വാർത്ത, അങ്ങനെയാണ് പതിവ് നടപടികൾ. പക്ഷേ അദ്ദേഹം പോയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ റോഡിലുള്ള തിരക്കും അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അത് നേരത്തെ നിശ്ചയിച്ചുറച്ച് അദ്ദേഹത്തിനെ കരുതിയാണ്. പുതിയ മേയർ BJPക്കാരനായതുകൊണ്ട് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ വരുന്നതും. അത് പുത്തരിക്കണ്ട മൈതാനത്ത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുമ്പം അത് പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിലാണ് ആ സ്വീകരണം. അതുകൊണ്ട് ആ സ്റ്റേജിൽ മേയർ ഉണ്ടായിരിക്കണം. അത് എയർപോർട്ടിൽ പോയി സ്വീകരിച്ചാൽ മേയറിന് സൗകര്യത്തിന് അവിടെ എത്താൻ കഴിയില്ല എന്നറിയാവുന്നതുകൊണ്ട് ആ പ്രോഗ്രാം മാറ്റിയിട്ട് മേയർ ആ പുത്തരിക്കണ്ട മൈതാനത്ത് സ്വീകരണ സ്ഥലത്ത് ആയിരുന്നു നിന്നിരുന്നത്. അതിന് വലിയ നിയമപ്രശ്നങ്ങളോ മറ്റോ ഒന്നുമില്ല. ഇവിടുത്തെ പതിവനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാരണം ആ പ്രൈം മിനിസ്റ്ററുടെ കൂടെ തന്നെ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വരും. അതിൻ്റെ ഏറ്റവും പിന്നിൽ സഞ്ചരിക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം വരുന്നത് തന്നെ മേയറെ സ്വീകരിക്കാനാണ്. അതുകൊണ്ട് പുത്തരിക്കണ്ട മൈതാനത്ത് നേരത്തെ മേയർ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് അവിടെ സ്റ്റേജിൽ ഇരിക്കണം, സ്റ്റേജിൽ ഉണ്ടാവണം. പ്രൈം മിനിസ്റ്റർ വരുമ്പം ഡിലേ വരാൻ പാടില്ല. പ്രൈം മിനിസ്റ്റർക്ക് 4:30 ചെന്നൈയിലൊരു പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വന്ന് അദ്ദേഹത്തിനെ സ്വീകരണത്തിന് മേയറെ അനുമോദിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്ത ശേഷം അദ്ദേഹം മടങ്ങി. അതുകൊണ്ട് അത് പ്രോട്ടോക്കോൾ ലംഘനം നടത്തി എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണമുണ്ട്. അതിലൊന്നും അർത്ഥമില്ല. കാരണം അത് നമ്മൾ തന്നെ ഓരോ പ്രോഗ്രാം നിശ്ചയിക്കുന്നത് അതിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മേയർ അവിടെ എയർപോർട്ടിൽ വരാതെ പോയതിൽ കുറ്റം പറയാൻ ഒക്കില്ല. അങ്ങനെ ഒരു പതിവ് ഇവിടെ ഉണ്ട്. അത് അദ്ദേഹത്തിന് അനുസരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനെ സ്വീകരിക്കാനാണ് പ്രൈം മിനിസ്റ്റർ വരുന്നത്. അതുകൊണ്ട് അതിനോട് യോജിക്കാൻ കഴിയില്ല. അതേസമയത്ത് ഹൈക്കോടതി ഓർഡർ അനുസരിച്ച് പെനാൽറ്റി അടയ്ക്കാണ്ട് വരും കരമന ജയൻ. കാരണം അത് കോർപ്പറേഷനിൽ ഭരിക്കുന്നത് ഏത് പാർട്ടിയായാലും ശരി, ആ കോർപ്പറേഷൻ മേയറും അതുപോലെ അവിടുത്തെ സെക്രട്ടറിയും ഇത് അനുവദിക്കാൻ പാടില്ല. BJP ആണ് കോർപ്പറേഷൻ ഭരിക്കുന്നതെങ്കിലും കോർപ്പറേഷൻ്റെ ഈ ഒരു സംഭവത്തിന് പ്രൈം മിനിസ്റ്റർ വന്നതിനും പെനാൽറ്റി അടിക്കാൻ കോർപ്പറേഷൻ തയ്യാറായതിന് കുറ്റം പറയാനൊക്കില്ല. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നീക്കാൻ മേയർ തയ്യാറാകുന്നു എന്നാണ് അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് വെളിവാകുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് കരമന ജയൻ 20 ലക്ഷം രൂപ കെട്ടിവെക്കുന്നതാണ് ഉത്തമം. അതാണ് നല്ലത്. അദ്ദേഹത്തിന് പ്രതിസ്ഥാനത്ത് ആയി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 20 ലക്ഷം രൂപ കെട്ടിവെക്കുന്നതാണ് നല്ലത്. അദ്ദേഹത്തിന് പ്രതിസ്ഥാനത്ത് ആയി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 20 ലക്ഷം രൂപ കെട്ടിവെക്കുന്നതാണ് നല്ലത്. അദ്ദേഹത്തിന് പ്രതിസ്ഥാനത്ത്
പെനാൽറ്റി തുക അടച്ചു കഴിഞ്ഞാൽ ആ കേസ് റെഫർ ചെയ്ത് കളയേണ്ടി വരും. കാരണം ഈ സംഭവത്തിന് ഇന്ത്യ ഭരിക്കുന്ന BJPയിലെ പ്രധാനമന്ത്രി ആണെങ്കിലും അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വന്ന സമയത്തും ഹൈക്കോടതി ഡയറക്ഷൻ വെച്ച് തോരണങ്ങൾ കെട്ടി വഴി നടപ്പിന് തടസ്സം ഉണ്ടാക്കിയതുകൊണ്ടാണ് പെനാൽറ്റി വന്നത്. അതുകൊണ്ട് മുഖം നോക്കാതെ നീതി നടപ്പാക്കി ട്രിവാൻഡ്രം മേയർ എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്.